പശ്ചിമഘട്ടത്തിലെ വനമേഖലകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവയിനം ഫലവൃക്ഷമായ മൂട്ടിപ്പഴം സ്വന്തം വീട്ടുമുറ്റത്ത് സമൃദ്ധമായി വിളയിച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ ആവോലി പനേലിൽ PJ മാത്യുവും കുടുംബവും. വേരുമുതൽ മരത്തിൻ്റെ തടിയിലും പ്രധാന ശിഖരങ്ങളിലുമെല്ലാം കുലകുലയായി പഴങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. കാട്ടുനെല്ലി, മൂട്ടിപ്പുളി എന്നൊക്കെ പ്രാദേശികമായി അറിയപ്പെടുന്നതാണ് ഈ കാട്ടുപഴം. ആദ്യമായി ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ആദ്യം കാശില്ല അവനകത്ത്. പിന്നെ ഈ പരാഗണം വേണമെന്ന് പറഞ്ഞിട്ട് അളിയമ്പുള്ളി ഒരു മരത്തിന് കൊണ്ട് വെച്ചപ്പോഴാണ് കൂടുതൽ കാശ് തുടങ്ങിയത്. അങ്ങനെ പിന്നെ ഇത് നല്ലൊരു ഔഷധമുള്ള ഗുണമുള്ള എന്നാണ് പറയണത്. പിന്നെ വനത്തിലൊക്കെ ആകുമ്പോൾ മറ്റു വന്യമൃഗങ്ങൾ നശിപ്പിക്കും. നമുക്കിവിടെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ തൊണ്ട് അച്ചാറിടാം, കായ തിന്നാം, റംബൂട്ടാൻ പോലെ തിന്നാം. പിന്നെ ആ കായാണ് നോക്കി രണ്ട് കായുള്ളതാണ് ഒന്നിച്ച് കുഴിച്ചിടുമ്പോൾ ആണും പെണ്ണുമായിട്ട് വരുന്നത്. പിന്നെ കൂടെ നിറച്ച് കൊടുക്കണമൊക്കെ ഉണ്ട്. അതിനകത്ത് ഞാൻ പോയില്ല. അളിപുള്ളി അവിടെ വണ്ണപ്പുറത്ത് സുലഭമായിട്ട് നടത്തുന്നുണ്ട്. മധുരവും പുളിയും ചവർപ്പും ഒത്തുചേർന്ന പ്രത്യേക രുചിയാണ് മൂട്ടിപ്പഴത്തിന്. നേർത്ത പുറന്തോട് നീക്കിയാണ് പഴം കഴിക്കേണ്ടത്. ഈ വർഷമാണ് ഇത്രയും കൂടുതലായിട്ട് നിറച്ചുണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ ഒരു പഴം ആരും തന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ്. കാട്ടിലുള്ള സാധനമാണിത്. നാട്ടിലങ്ങനെ ഇല്ല. അപ്പോൾ ഇവിടെ ഇതിലെല്ലാം നടന്നിട്ടും ആരും ഇതുവരെ ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒത്തിരി ആൾക്കാരിപ്പം കാണാൻ വരുന്നുണ്ട്. പ്രത്യേകം വളമൊന്നും ചെയ്യണില്ല. നമ്മൾ സാധാരണ ഇതുണ്ട്. പിന്നെ നല്ല വെയിലായോണ്ട് നനച്ചു കൊടുക്കണ്ടായിരുന്നു. വൈറ്റമിൻ സിയാൽ സമ്പന്നമായതിനാൽ ആരോഗ്യത്തിനും ഉത്തമമാണ്. ശരീരോഷ്മാവ് കുറയ്ക്കാനും ദഹനം ത്വരിതപ്പെടുത്താനും രക്തശുദ്ധീകരണത്തിനും പ്രയോജനപ്പെടും. തോടുപയോഗിച്ച് സ്വാദിഷ്ടമായ അച്ചാറുകളും ഉണ്ടാക്കാറുണ്ട്. വൈൻ, ജ്യൂസ് നിർമ്മാണത്തിനും മൂട്ടിപ്പഴം ഏറെ അനുയോജ്യമാണ്. റിപ്പോർട്ടർ, കൊച്ചി.